നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ ഭക്തനായ ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 151 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 152 ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. നാളത്തിൽ തടയുന്നതും നടനടേ നിൽക്കുന്ന വായുക്കൾ പോയോളത്തിൽ കുറുകുന്നതും ചില പിഴച്ചോടും മനോവൃത്തിയും നീളത്തിൽ കയറും പിടിച്ചു യമനും നീരോടെ ബന്ധുക്കളും നാളത്തെ തൊഴിലിപ്രകാരമരുളായികൻ പോറ്റി നാരായണ. ഇവിടെ നാളത്തിൽ തടയുന്നതും കണ്ഠനാളത്തിൽ തടഞ്ഞു നിൽക്കുന്നതും നടനടേ നിൽക്കുന്ന വായുക്കൾ, ഒന്നിനു തൊട്ട് ഒന്നായി മുൻപേ തൊട്ടുള്ള ആ പ്രാണവായുക്കൾ ഓളത്തിൽ പോയി കുറുകുന്നതും, ഓരോന്നായിട്ട് കുറുകി പോകുന്നതും ക്ഷീണിച്ച് പോകുന്നതും, ചില പിഴച്ചോടും മനോവൃത്തിയും, പിഴച്ചു പോകുന്ന മനസ്സിന്റെ ചില ചിന്തകള്, പ്രവൃത്തികള് എന്നൊക്കെ പറയാം. നീളത്തിൽ കയറും പിടിച്ചു യമനും, നീളത്തിലുള്ള ആ കയറ് പിടിച്ചു നിൽക്കുന്ന യമദൂതന്മാരും, നീരോടെ ബന്ധുക്കളും, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ബന്ധുജനങ്ങള്, നാളത്തെ തൊഴിൽ ഇപ്രകാരം അരുളായിക. നാളത്തെ, അതായത് ഇനി വരാനിരിക്കുന്ന ആ തൊഴിൽ, എൻ്റെ അവസ്ഥ ഇപ്രകാരം, ഈ നേരത്തെ പറഞ്ഞ അതുപോലെ ആവാതിരിക്കണേ, എൻ പോറ്റി നാരായണ എന്ന് ഭഗവാൻ നാരായണനെ വിളിച്ച് പറയാണ്. അതായത് മരണ സമയം അടുക്കുമ്പോൾ നമ്മുടെ കണ്ഠനാളത്തിലൊക്കെ കഫം തടഞ്ഞ് നിൽക്കും. പിന്നെ നമ്മൾ ജനിച്ച മുതൽ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാണവായുക്കൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആ പ്രാണവായുക്കൾ ഓരോന്നായിട്ട് ക്ഷീണിച്ച് ഇങ്ങനെ ഇല്ലാതെയാവും. കുറുകി വരിക എന്ന് വെച്ചാൽ ഇല്ലാതെയായിട്ട് വരും. അതായത് ഈ മരണസമയം അടുത്ത് വരുമ്പോൾ നമ്മൾ ആ ശ്വാസം വലിക്കുമ്പോൾ ഒരു കുറുകുറുന്നൊരു ശബ്ദം, കഫം കെട്ടിയ മാറ്റത്തെ ഒരു ശബ്ദം ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലുള്ള ആ പഞ്ചവായുക്കളിൽ ഉദാനന്റെ ആണ് ആ ശബ്ദം എന്നാണ് പറയുന്നത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനോവൃത്തികളും ചിലപ്പോൾ പിഴയ്ക്കും. നാമം ജപിക്കാനൊന്നും തോന്നില്ല എന്നർത്ഥം. ആ നീളമുള്ള കയറ് എന്ന് പറയുന്നുണ്ട്. അതായത് ആ കാലപാശവും പിടിച്ചു നിൽക്കുന്ന യമദൂതന്മാരുണ്ടായിരിക്കും. ചുറ്റും കണ്ണുനീര് വാർത്തുകൊണ്ട് നിൽക്കുന്ന ബന്ധുജനങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥ നാളെ, അതായത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടാകരുതേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം എന്നൊക്കെയുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അതിൽ ആ അനായാസേന മരണം എന്നതായിരിക്കാം ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. നാവില്ലാതെ ജനിക്കയോ നടനടേയുള്ളോരിളക്കായികയോ നാമത്തെ പഠിയായികയോ നരകമെന്നോർത്താൽ കുളിർപ്പാകയോ നാവിൽ ദുർഘടമാകയോ നരകുലത്തിൽ ജന്മമല്ലായികയോ നാമോച്ചാരണമെന്തു ബന്ധമറിവുള്ളോരും ത്യജിച്ചിടുവാൻ. നാവില്ലാതെ ജനിക്കയോ, അർത്ഥം മനസ്സിലാവുമല്ലോ. നാവ് ഇല്ലാതെ നമ്മൾ ജനിക്കുകയാണെങ്കിലോ, ജന്മനാ തന്നെ ആ നാവ് എന്നുള്ളൊരു ഇന്ദ്രിയം ഇല്ലാത്തത് കൊണ്ടാണോ? നടനടേയുള്ളോർ ഇളക്കായികയോ, മുൻപ് ഉണ്ടായിരുന്ന ആൾക്കാര് നാവ് ഇളക്കാത്തത് കൊണ്ടാണോ എന്ന് വെച്ചാൽ മുൻപുള്ള ആൾക്കാര് നാമം ചെല്ലണം എന്ന് ഉപദേശിക്കാത്തത് കൊണ്ടാണോ എന്നർത്ഥം. നാമത്തെ പഠിയായികയോ, ഭഗവൻ നാമങ്ങളെ പഠിക്കാൻ സാധിക്കാഞ്ഞിട്ടാണോ? നരകമെന്നോർത്താൽ കുളിർപ്പാകയോ, നരകം എന്ന് കേൾക്കുമ്പോൾ അത് ആനന്ദപ്രദമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ? നാവിൽ ദുർഘടമാകയോ, നാവ് കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണ് കൂടുതൽ ഉത്സാഹം എന്നുള്ളത് കൊണ്ടാണോ? നരകുലത്തിൽ ജന്മമല്ലായികയോ, മനുഷ്യകുലത്തിൽ ജനിക്കാത്തത് കൊണ്ടാണോ? നാമോച്ചാരണം എന്തു ബന്ധമറിവുള്ളോരും ത്യജിച്ചിടുവാൻ. ഇങ്ങനെ അറിവുള്ളവർ പോലും
ഇങ്ങനെ നാമോച്ചാരണം ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? അതായത് ഈ പറഞ്ഞ തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ നാമോച്ചാരണം ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ നാവില്ലാതെയാണ് ജനിച്ചതെന്ന് വെച്ചാൽ നാമം ചൊല്ലാൻ സാധിക്കില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് മുൻപുണ്ടായിരുന്ന അറിവുള്ളവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ ഈ നാമം പഠിക്കാനുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവാം. ഇനി അതല്ല, നരകം എന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ സന്തോഷപ്രദമായ ഒരു സ്ഥലമാണ് എന്ന് ധരിച്ചിരിക്കുന്നത് കൊണ്ടാണോ? അതോ നാവിന് മറ്റു കാര്യങ്ങൾ പറയാനാണ് കൂടുതൽ ഉത്സാഹം എന്നുള്ളത് കൊണ്ടാണോ? അതോ നരകുലത്തിൽ ജന്മമല്ലായികയോ എന്ന് പറയുന്നുണ്ട്. എത്ര ജന്മങ്ങൾ കഴിഞ്ഞ് എത്രയോ പുണ്യം കൊണ്ട് ലഭിക്കുന്നതാണ് ഈ മനുഷ്യജന്മം എന്നുള്ളത്. അങ്ങനെയുള്ള ആ മനുഷ്യജന്മമാണ് ഇത് എന്ന് ധരിക്കാത്തത് കൊണ്ടാണോ എന്നും ഇതിന് അർത്ഥമെടുക്കാം. അറിവുള്ളോരും ത്യജിച്ചിടുവാൻ. ഈ ശാസ്ത്രാദി ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ പോലും മോക്ഷദായകമായിട്ടുള്ള ഈ നാമസങ്കീർത്തനം വേണ്ട പോലെ ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ നാവില്ലാത്തത് കൊണ്ടാണോ, ശരിക്കും ഉപദേശം കൊടുക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെ. അവര് ഉപേക്ഷിക്കാനുള്ള കാരണം മനസ്സിലാവുന്നുണ്ട്. ഈ അറിവുള്ള ആൾക്കാരും ഈ നാമസങ്കീർത്തനം എന്താണ് ചെയ്യാത്തത് എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം എന്നാണ് പൂന്താനം തിരുമേനി ഇവിടെ പറയുന്നത്. ഈ നാമസങ്കീർത്തനത്തിന് ഇങ്ങനെ ഉദാസീനത കാട്ടാതെ നാമം ചൊല്ലാനാണ് ഇവിടെ പൂന്താനം തിരുമേനി പറയുന്നത്. ഇന്ന് വായിച്ച ആ 2 ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കാം. നാളത്തിൽ തടയുന്നതും നടനടേ നിൽക്കുന്ന വായുക്കൾ പോയോളത്തിൽ കുറുകുന്നതും ചില പിഴച്ചോടും മനോവൃത്തിയും നീളത്തിൽ കയറും പിടിച്ചുയമനും നീരോടെ ബന്ധുക്കളും നാളത്തെ തൊഴിലിപ്രകാരമരുളായികൻ പോറ്റി നാരായണ. നാവില്ലാതെ ജനിക്കയോ നടനടേയുള്ളോരിളക്കായികയോ നാമത്തെ പഠിയായികയോ നരകമെന്നോർത്താൽ കുളിർപ്പാകയോ നാവിൽ ദുർഘടമാകയോ നരകുലത്തിൽ ജന്മമല്ലായികയോ നാമോച്ചാരണമെന്തു ബന്ധമറിവുള്ളോരും ത്യജിച്ചിടുവാൻ. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ